ഇച്ചായ, അവൾ അവൻ്റെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു. എന്താ? അവൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. ചോറെടുത്തു വെച്ചു. അവൻ്റെ മുഖത്ത് ഗൗരവം കണ്ട അവൾ ചെറു പേടിയോടെ പറഞ്ഞു. എടി, നിന്റെ വലിയ പപ്പയുണ്ടല്ലോ, അങ്ങേർക്ക് എന്നെ കാണുമ്പോൾ എന്തിനാ ഇത്ര ചൊറിച്ചില്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്കറിയില്ല ഇച്ചായ, വലിയപ്പച്ചൻ ഇച്ചായനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് വലിയപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ അവന് മറുപടി എന്നവണ്ണം പറഞ്ഞു. അവനതിനൊന്നും അമർത്തി മൂളി. ഓ, അങ്ങേരുടെ മക്കൾക്ക് കിട്ടാത്തത് വല്ലതും വല്യപ്പച്ചൻ എൻ്റെ പേരിൽ എഴുതി വെക്കുമെന്നുള്ള പേടിയായിരുന്നു കാണും അങ്ങേർക്ക്. അതുകൊണ്ടല്ലേ മരിക്കുന്നതിന് മുൻപേ തന്നെ അങ്ങേരെല്ലാം എഴുതി വാങ്ങിച്ചത്. ക്രിസ്റ്റി പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. അതിന് വലിയപ്പയുടെ മക്കൾക്ക് എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ? അവരൊക്കെ അവിടെ സെറ്റിലായതല്ലേ, അവരിനി നാട്ടിലേക്ക് പോലും വരില്ല. അവൾ തിരികെ അവനോട് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങേർക്ക് ചിലപ്പോൾ ആർത്തിയുണ്ടെങ്കിലോ? അവൻ പുച്ഛത്തോടെ മുണ്ടൊന്നും മടക്കി കുത്തി അവളെ നോക്കി ചോദിച്ചു. എൻ്റെ വലിയപ്പയ്ക്ക് അങ്ങനൊന്നുമില്ല, അതൊക്കെ ഇച്ചായൻ്റെ തോന്നലാ. ഇച്ചായൻ്റെ പപ്പ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ മറുപടി ഒന്നും തന്നെ പറയാതെ പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു. ഇച്ചായൻ എന്തിനാ ചിരിക്കുന്നത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല, അവൻ അവളെ നോക്കി പുച്ഛത്താൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവളും സംശയത്തോടെ അവൻ്റെ ഒപ്പം കയറി. അവരിരുവരും ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെക്കാൻ തുടങ്ങി. അവനായിരുന്നു ആദ്യം കഴിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് അവൾ കഴിച്ചിട്ട് പാത്രവുമായി അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും അവൻ ബാക്കിയെല്ലാം കഴുകി വെച്ചിരുന്നു. അവൻ പാത്രം കഴുകുന്നത് കണ്ടതും അവൾ അവളുടെ പാത്രം കൂടി അവിടെ വെച്ചിട്ട് പോകാനായി തുടങ്ങി. അതെ, ഒന്ന് നിന്നെ, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല, നീ കഴിച്ച പാത്രം കൂടി കഴുകി വെക്കാൻ, അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. ഞാൻ കഴിച്ച പാത്രം ഇച്ചാനൊന്ന് കഴുകി വെച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇച്ചാൻ്റെ ഭാര്യ, കേട്ടല്ലോ. ഒരു ഭാര്യയുടെ പാത്രം കഴുകേണ്ടത് ഭർത്താവിൻ്റെ കടമയാ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ പറഞ്ഞു. അതിന് ഞാൻ നിന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാനിതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത്? നിന്റെ വീട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഉവ്വോ, ശരിക്കും ശരിക്കും വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് മാത്രമാണോ മിസ്റ്റർ ക്രിസ്റ്റി എന്നെ വിവാഹം ചെയ്തത്? അവൾ അവൻ്റെ അടുത്തേക്ക് വല്ലാത്ത ഭാവത്തോടെ നടന്നുകൊണ്ട് ചോദിച്ചു. അതെ, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. പിന്നെ എന്തിനാണാവോ കുറച്ചു മുമ്പ് അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യത്തോടെ ചെയ്തത്? അവൾ അവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് ചോദിച്ചു. അതിനുള്ള ഉത്തരവും ഞാൻ തന്നു കഴിഞ്ഞു, ജസ്റ്റ് ലെസ് മാത്രമാണെന്ന്. അവനും അവളെ നോക്കി മറുപടി പറഞ്ഞു. ഓ, അപ്പോൾ എത്രയൊക്കെ വന്നാലും എന്നെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയില്ല അല്ലേ മനുഷ്യ? പുച്ഛം കണ്ടില്ല അങ്ങേർക്ക്, അവൾ മനസ്സിൽ പറഞ്ഞു. എന്താടി, നിനക്ക് സംശയമുണ്ടോ? അവൻ അവളെ നോക്കി പുരുകം പൊക്കി. ഏയ്, എനിക്കൊരു സംശയമില്ല, ഇച്ചായൻ എന്നോട് ലെസ് മാത്രമാണ് അല്ലേ? അവൾ അവനെ നോക്കി തന്നെ പറഞ്ഞതും ക്രിസ്റ്റി ഒരു നിമിഷം വല്ലാതെയായി. അവളുടെ ദേഷ്യവും കുറുമ്പും കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ടാണ് അവളോട് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നിൽക്കുന്നത്. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് അവനും അവൾക്കും അറിയാം. എനിക്ക് ഉറക്കം വരുന്നു, അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അതിന് നീ ഇന്ന് ഉറങ്ങുന്നെന്ന് ആര് പറഞ്ഞു? നിനക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാ മോളെ. അവൻ അവളുടെ ഡ്രസ്സ് കുറച്ച് പൊക്കി അവളുടെ നഗ്നമായ ഇടുപ്പിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ ഭാവത്തിൽ വ്യത്യാസം കണ്ട അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ വന്യതയേറിയ മുഖത്തോടുകൂടി അവളുടെ അടുത്തേക്ക് മുഖമൊന്ന് അടുപ്പിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി. തന്നെ നോക്കി കുസൃതിയോടെ ചിരിക്കുകയാണ് അവൻ. അത് കണ്ട് അവൾ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. എന്തൊക്കെയോ പ്രതീക്ഷിച്ചെന്ന് തോന്നല്ലോ, അവൻ കുസൃതിയോട് ചോദിച്ചതും അവൾ മുഖം കോട്ടി കാണിച്ചു. ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. അവൾ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അവനെ നോക്കി പുച്ഛിച്ചു. ഉവ്വ്, അത് നിന്റെ മുഖം കണ്ടാലും പറയും. അവൻ വീണ്ടും കുസൃതിയോടെ അവളെ കളിയാക്കി. പിന്നെ എനിക്ക് വേറെ പണിയില്ല, നിങ്ങളുടെ യോഞ്ഞ ചുണ്ടും കൊണ്ട് കിസ് കിട്ടാത്ത ഒരു കുറവ് കൂടിയേ എനിക്കുള്ളൂ. അങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളിയതും അവൻ ചിരിച്ചുകൊണ്ട് മാറി നിന്നു. താൻ തള്ളുമ്പോൾ അവൻ സമ്മതിക്കാതെ ഒരു ഉമ്മയെങ്കിലും കൊടുക്കൂന്ന് കരുതിയിരുന്ന അവൾ അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി. ഈ ഓഞ്ഞ ചുണ്ട നിന്റെ ശരീരത്തിലെല്ലാം കുറച്ചു മുമ്പേ പതിഞ്ഞത്. ഈ ശരീരം മുഴുവൻ ചുംബിച്ചതും നുണഞ്ഞതും എല്ലാം ഈ ഓഞ്ഞ ചുണ്ടായിരുന്നു കേട്ടോടി സേറ ക്രിസ്റ്റി. അപ്പോഴൊക്കെ ആസ്വദിച്ചങ്ങ് കിടന്ന് എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അവൻ കുസൃതി ചിരിയോടെ അവളെ ഒന്ന് അടിമുടി നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു. അവൻ ചിരിയോടെ അവളെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങി. ഇത്തവണ അവൻ അവളുടെ പാത്രം കൂടി കഴുകിയിരുന്നു. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ പാത്രം കഴുകുന്നത് കണ്ട് അവൾ മുഖം വീർപ്പിച്ചു. ദുഷ്ടൻ, ഒരു ഉമ്മയെങ്കിലും തരായിരുന്നു ജാടത്തേണ്ടി, അവൾ പതിയെ പറഞ്ഞു.
അവൾ പതിയായിരുന്നു അത് പറഞ്ഞതെങ്കിലും അവനത് നല്ലതുപോലെ കേട്ടിരുന്നു. അവൻ പാത്രം കഴുകിയിട്ട് തിരിഞ്ഞു നിന്നു. അവൾ മുഖം വീർപ്പിച്ച് ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കുസൃതിയോടെയാണ് അവൻ വരുന്നതെന്ന് മനസ്സിലായ സേറയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അവൾ അവനെ കാണിക്കാതെ അവയെ സമർത്ഥമായി മറച്ചു വെച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവളുടെ ഇരു സൈഡിലും അവൻ കൈകൾ വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു. അവൻ്റെ കയ്യിൽ നിന്നും ഉമ്മ കിട്ടുമെന്ന് കരുതി അവൾ പതിയെ കണ്ണുകളടച്ചു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. സെറ, അവൻ പതിയെ അരുമയായി അവളെ വിളിച്ചതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മൂളി. ഇങ്ങോട്ട് മാറി നിൽക്കടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവളെ മാറ്റി അപ്പുറത്തേക്ക് നിർത്തിയതും അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. പിന്നെ സംശയത്തോടെ അവനെ നോക്കി. അവൾ നിന്നിരുന്നതിൻ്റെ ബാക്കിലായിരുന്നു ടവലിട്ടിരുന്നത്. അവൻ അതെടുത്തുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അവൾ ആകെ ചമ്മിപ്പോയിരുന്നു. അവൻ അവളെ നോക്കിയിട്ട് പുച്ഛിച്ചിട്ട് അടുക്കളയുടെ സ്ലാബ് വൃത്തിയാക്കാൻ തുടങ്ങിയതും അവൾ എന്തോ പോയ അണ്ണാനെ പോലെ അവനെ നോക്കി നിന്നു. എന്താടി? അവൾ നോക്കുന്നത് കണ്ട് അവൻ കടുപ്പിച്ച് ചോദിച്ചു. ഒന്നുമില്ല. അവൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ചുമലനക്കി. എല്ലാ ആവശ്യത്തിനുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടതും അറിഞ്ഞതും ഒക്കെ ആണല്ലോ. പിന്നെ പണ്ടത്തെക്കാളും എല്ലായിടവും കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് അതെല്ലാം ആവിയായിപ്പോയോ? അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി പുച്ഛം വാരി വിതറി. കാമം തീർത്തിട്ട് പൈസ തന്നില്ല. അവൾ കൈകൾ മാറിൽ കെട്ടിയിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. തൽക്കാലം ഞാനതിന് പൈസ തരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനുള്ളതാ. അപ്പോൾ ഓരോ തവണയും പൈസ തരാൻ തുടങ്ങിയാൽ 3-4 മാസം കഴിയുമ്പോൾ ഞാൻ ഈ വീട് വിൽക്കേണ്ടി വരും. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. 3-4 മാസോ? അവൾ ഞെട്ടിക്കൊണ്ട് തന്നെ അവനോട് തിരികെ ചോദിച്ചു. എന്താ, ഇനിയും കുറയ്ക്കണോ? അവൻ കുസൃതിയോട് ചോദിച്ചു. അത്രയ്ക്ക് സ്റ്റാമിനയൊക്കെ ഉണ്ടോ മിസ്റ്റർ ക്രിസ്റ്റിക്ക്? അവൾ പുച്ഛിച്ചു വിട്ടു. എനിക്ക് സ്റ്റാമിന ഉണ്ടോ ഇല്ലേന്ന് മോള് കുറച്ചു മുമ്പല്ലേ അങ്ങോട്ട് അറിഞ്ഞത്. എന്നിട്ട് സേറമോക്ക് എന്ത് തോന്നി? അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി. എനിക്കറിയില്ല. ഞാൻ അപ്പോൾ സമയം സ്റ്റാമിനയൊന്നും നോക്കിയില്ലായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. ഇച്ചായന് സ്റ്റാമിന ഉണ്ടോ ഇല്ലേന്നൊക്കെ സേറക്കൊച്ച് നോക്കണ്ടേ? എങ്കിലല്ലേ ഇച്ചായന് ഇനി കൂട്ടണോ വേണ്ടായോ എന്നൊക്കെ ആലോചിക്കാൻ പറ്റും. അവൻ അവളെ നോക്കിക്കൊണ്ട് മുണ്ടൊന്ന് മടക്കി കുത്തി. മനുഷ്യൻ വേദനിച്ച് കരഞ്ഞിട്ടും ഒരു ദയമില്ലാതെ എന്നെ പീഡിപ്പിച്ചിട്ട് സ്റ്റാമിനയെ സമയം നോക്കാഞ്ഞത് എന്താണെന്ന്. അതൊക്കെ പോട്ടെ, ഇത്ര നേരമായി. എങ്കിൽ നിനക്ക് വേദനിച്ചായിരുന്നോ എന്നൊരു ചോദ്യം. അതുപോലും ഇല്ല. അപ്പോൾ പറയാ കാമം തീർത്തതാണെന്ന്. അതെങ്ങനെയാ? സ്നേഹം വേണം, സ്നേഹം. അവൾ പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവനെന്തോ വിഷമമായി. ശരിയാണ്, താനങ്ങനെ അവളോട് ചോദിച്ചില്ല. അതിലവൾക്ക് വിഷമവും പരിഭവവും ഉണ്ടെന്ന് അവന് മനസ്സിലായി. അത് സാരമില്ല, ഇച്ചായനെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ കണ്ടോളാം. അപ്പോൾ വേദന അങ്ങ് മാറിക്കോളും. അവളുടെ മുഖം മാറിയത് കണ്ടതും അവളുടെ മൈൻഡ് മാറ്റാൻ എന്ന പോലെ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കാതെ നിന്നു. അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ അവൾക്ക് വയ്യായിരുന്നു. എൻ്റെ മുൻപിൽ അവളെ വാ അടപ്പിക്കുന്ന വിധം അവന് നന്നായിട്ട് അറിയാമെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി എന്ത് പറഞ്ഞാലും അവൻ തന്നെ തോൽപ്പിക്കുമെന്ന് അവൾക്കും തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? വീട് വിൽക്കുന്ന കാര്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചായൻ ഇങ്ങനെ കാണുമ്പോഴൊക്കെ പൈസ തന്നിട്ട് അവസാനം വീട് വിൽക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് തൽക്കാലം നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി നിനക്ക് സമയത്തിന് ആഹാരമൊക്കെ തന്ന് നിന്നെ ഞാൻ ഇവിടെ നിർത്തിക്കോളാം. അതിൽ നീ ഇതൊക്കെ അങ്ങ് വരവ് വെച്ചേക്ക്. എന്തായാലും നീ കഷ്ടപ്പെടുന്നില്ല. കഷ്ടപ്പെടുന്നത് മുഴുവൻ ഞാൻ. എന്നിട്ടും ഇത്രയൊക്കെ ഞാൻ തരുന്നില്ലേ? അത് തന്നെ മഹാഭാഗ്യം. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. എന്നാൽ എന്നെ ഇഷ്ടമാണെന്ന് പറയരുത് ജാടത്തിണ്ടി. അവൾ മുഖം വീർപ്പിച്ച് പറഞ്ഞു. പതിയാണ് അവൾ അത് പറഞ്ഞത്. പക്ഷെ ക്രിസ്റ്റി അതും കേട്ടിരുന്നു. ചത്താലും ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയില്ലടി മോളെ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി മുണ്ട് മടക്കി കൊത്തി. നിനക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉറക്കം വരുന്നില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. വരുന്നുണ്ട്. അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു വെച്ചിട്ട് പുച്ഛത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് താളം ചവിട്ടുന്ന എന്തിനാ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചതും അവൾ അവനെ നോക്കി മുഖം കൊട്ടി കാണിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവൾ പോകുന്നതും നോക്കി ചിരിച്ചു. അവൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഹാളിലെ ഡോറും മറ്റും അടച്ചിട്ട് മുറിയിലേക്ക് ചെന്നതും പുതച്ചുമൂടി കിടക്കുന്ന സേറയാണ് കണ്ടത്. അതുകണ്ട് അവനൊരു കുസൃതി തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പുതച്ചു മൂടിയിരുന്ന പുതപ്പ് അവൻ അവളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെടുത്തു. എൻ്റെ പുതപ്പതാ. അവൾ ഉറക്കത്തിൽ നിന്നും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒന്ന് പോയേടി. നിനക്ക് പുതപ്പ് വേണമെങ്കിൽ പോയി നിന്റെ അപ്പനോട് പറയും. ഇത് എൻ്റെയാ. അവൻ പറഞ്ഞുകൊണ്ട് ലൈറ്റ് അണച്ചിട്ട് അവളുടെ അടുത്തേക്ക് കിടന്നു. പിന്നെ പുതപ്പെടുത്ത് പുതച്ചു. അവൾക്കാണെങ്കിൽ ഉറക്കം കണ്ണിൽ തട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ AC-യുടെ തണുപ്പിൽ അവൾക്ക് ഉറങ്ങാനും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ ഈ AC ഒന്ന് കുറയ്ക്കോ? അവൾ ദയനീയമായി വീണ്ടും അവനോട് ചോദിച്ചു. പിന്നെ ഒന്ന് പോയേ, വേണേ കിടന്നുറങ്ങ്. അവൻ അവളെ നോക്കി പുച്ഛിച്ചു.
ഇത് ഭയങ്കര കഷ്ടമാട്ടോ ചായ, എനിക്ക് തണുക്കുന്നുണ്ട്. അവൾ ദയനീയമായി പറഞ്ഞു. ഞാൻ ചൂട് തരട്ടെ? അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു. കോപ്പ്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചുരുണ്ടുകൂടി അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു. ഉറക്കം കണ്ണിൽ തട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആകെ ദേഷ്യം വരുമായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ എ സിയുടെ റിമോട്ട് എടുത്തിട്ട് അവൻ എ സി കുറച്ചും കൂടി കൂട്ടിയതും മുറിയിൽ ഭയങ്കര തണുപ്പായിട്ട് മാറി. അവൾ എങ്ങനെയൊക്കെ കിടക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ആ തണുപ്പിൽ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ വീണ്ടും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പാതി വെളിച്ചത്തിൽ അതൊക്കെ കണ്ട് ചിരിക്കുകയായിരുന്നു അവൻ. എനിക്ക് പുതപ്പ് തരില്ല അല്ലേ? അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ പുതപ്പിനിടയിൽ കൂടി നുഴഞ്ഞു കയറി അവൻ്റെ മുകളിലായി കിടന്നു. പിന്നെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് സ്തംഭിച്ചു പോയെങ്കിലും അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ അവളുടെ ഡ്രസ്സിനിടയിൽ കൂടി നഗ്നമായ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. പിന്നെ പതിയെ അവർ ഇരുവരും മയക്കത്തിലേക്ക് വീണു. അപ്പോഴും രണ്ടുപേരുടെ ചുണ്ടിലും ഒരു കുസൃതി ചിരി ഉണ്ടായിരുന്നു.